പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 13:2. തന്മൂലം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് അധികാരത്തോട് ആരാണ് അധികാര സ്ഥാനത്ത്? ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അപ്പൻ അല്ലേ, അല്ലെങ്കിൽ ഈ അപ്പൻ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഒരപ്പൻ വേദന പറയായിരുന്നു, ഭാര്യയും പിള്ളേരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ആക്രമിക്കുക. അത് വീട്ടിൽ. ഇനി നമ്മുടെ തൊഴിൽ മേഖലയിലാണെങ്കിൽ ഒരു അധികാരിയില്ല, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അതിനോട് ആ വ്യക്തിയോടൊരു ദേഷ്യം. ഇടവകയിലാണെങ്കിൽ വികാരിയച്ഛൻ ശല്യം. ഇനി അത് രൂപതാ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മെത്രാനായി, അല്ലെങ്കിൽ ഇനി രാഷ്ട്രീയ തലത്തിലേക്ക് വന്നാൽ അതിൻ്റെ ഹെഡായി. അല്ല, എല്ലാത്തിനോടും ഒരു മറുപടി. ഞാൻ പറയുന്നത് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട അധികാരത്തിലിരിക്കുന്നവർ നമ്മൾ ഇതൊക്കെ വരുമ്പോൾ സ്നേഹത്തോടെ നമ്മൾ കറക്റ്റ് ചെയ്യൊക്കെ, അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കണം, തെറ്റ് പറഞ്ഞു കൊടുക്കണം. തെറ്റിനെ ഏറാമൂളിയിട്ട് ഇങ്ങനെ കൈയടിച്ച് നിൽക്കല്ല വേണ്ടത്, പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ, എല്ലാത്തിനെയും നശിപ്പിച്ച് കളയുന്ന വിധത്തിലുള്ളൊരു നെഗറ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ ദുരാത്മാവ്. പ്രത്യേകിച്ച് എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ആൻഡ്രൂസ് പിതാവിനോടും എല്ലാ പിതാക്കന്മാരൊക്കെ എത്ര നീചമായിട്ടാണെന്നറിയോ. അത് നമ്മുടെ തന്നെ ചിലപ്പോഴെങ്കിലും മാമോദീസ വെള്ളം തലയിൽ വീണവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ എന്ന് പറയുമ്പോൾ, അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ അത് ചെയ്തില്ലെങ്കിലല്ലേ. പക്ഷെ ഇതിൻ്റെ ഒരു വിഷയമുണ്ട് പ്രിയ സഹോദരങ്ങളെ. നമ്മൾ വിചാരിക്കണം നമ്മൾ തോൽപ്പിക്കുന്നത് ആ അധികാരിനെ തോൽപ്പിക്കുകയാണ്, ഒരു വൈദികനെ തോൽപ്പിക്കുകയാണ്, ഒരു മെത്രാനെ തോൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അപ്പനെ തോൽപ്പിക്കുകയാണെന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിലും നമ്മളെ തന്നെയാണ് തോൽപ്പിക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ് വേണം. കാരണം വചനം കൃത്യമായിട്ടാണ് പറയുന്നത്, അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. കാരണം അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒന്ന്, നമുക്ക് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട്, അവരുമായിട്ട്, അതായത് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളിൽ അവരെ വിശ്വാസത്തിലെടുക്കാനും അവരെ ബഹുമാനിക്കാനും വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.